ഇറാൻ എങ്ങനെ സിറിയയെ ചതിച്ചു എന്നതിന്റെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ബാഷർ അൽ അസദ് ഭരണകൂടത്തിനെതിരെ സമാന്തരമായ വിമത സൈനിക മുന്നേറ്റം സിറിയയിലുണ്ടായിരുന്നു. ആ സൈനിക മുന്നേറ്റം ഉള്ളപ്പോഴും ഇറാന്റെ വലിയ പിന്തുണ ബാഷർ അൽ അസദ് ഭരണകൂടത്തിനുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് ആ പിന്തുണ അവസാനിപ്പിച്ച് ആയത്തുള്ള അലി ഖമേനി ബാഷർ അൽ അസദിനെ കൈവിടുകയാണ്. കൈവിട്ട ശേഷം ഇറാന്റെ മുഴുവൻ സൈന്യവും സിറിയയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതിന് 2 ദിവസങ്ങൾക്ക് പിന്നാലെ സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിക്കുന്നു. ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്യുന്നു, ഒളിച്ചു കടക്കുന്നു. ഡമാസ്കസിലെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നടന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൊന്നാണ് സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ നിലംപതിക്കൽ. പതിറ്റാണ്ടുകൾ സിറിയയുടെ ഭരണം കൈയാളിയ അസദ് രാജകുടുംബം, ആ അസദ് ഭരണകൂടത്തിന് സിറിയയുടെ മുകളിലുള്ള മേൽക്കൈ അവസാനിക്കുന്നു. ഇത് ഒരു വിമത നീക്കത്തിൽ ആരംഭിക്കുകയാണ്. കേവലം 16-17 ദിവസം കൊണ്ട് ഒരു വിമത നീക്കം ഡമാസ്കസിലെ ഭരണകൂടത്തെ തന്നെ മറിച്ചിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരാണ് ഈ വിമത നീക്കത്തിന് പിന്നിൽ? ഇപ്പോഴുള്ള അൽഷാര ഭരണകൂടമാണ് ആ വിമത നീക്കത്തിന് പിന്നിലെ ശക്തി. ആരാണ് അൽഷാരയ്ക്ക് പിന്നിലെ യഥാർത്ഥ ശക്തി? അത് മറ്റൊന്നുമായിരുന്നില്ല, മറ്റാരുമായിരുന്നില്ല, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദായിരുന്നു. മൊസാദിൻ്റെ പണവും മൊസാദിൻ്റെ സൈനികവും മൊസാദിൻ്റെ മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വിമത നീക്കം ബാഷർ അൽ അസദ് ഭരണകൂടത്തിനെതിരെ ആരംഭിച്ചത്. സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തുടക്കത്തിൽ കേവലം വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഈ വിമത നീക്കത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നത്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളോ കുറച്ച് പിസ്റ്റളുകളോ അല്ലെങ്കിൽ തോക്കുകളോ മാത്രമായിരുന്നു. ഒടുവിൽ ഡമാസ്കസിനടുത്തേക്ക് 15-ാമത്തെയോ 16-ാമത്തെയോ ദിവസം ആ വിമത നീക്കം എത്തിച്ചേരുമ്പോൾ ആയിരക്കണക്കിന് പടയാളികളും ആയിരക്കണക്കിന് തോക്കുകളും ഏറ്റവും ആധുനികമായ യുദ്ധോപകരണങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. ആരാണ് ഇത് അവർക്ക് സപ്ലൈ ചെയ്തത്? ഇന്നും ഒരു ചോദ്യമായി ഇത് അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇത് ഇസ്രായേലിൻ്റെ ബുദ്ധിയായിരുന്നു, മൊസാദിൻ്റെ ബുദ്ധിയായിരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. ഫ്രാൻസിൽ നിന്നുള്ള ഒരു മാധ്യമമാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നത്. എങ്ങനെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബാഷർ അൽ അസദിനെ കൈവിട്ടത്? ഇറാൻ എങ്ങനെയാണ് സിറിയ എന്ന ഭരണകൂടത്തെ കൈവിട്ടത്? പതിറ്റാണ്ടുകളായി സിറിയയ്ക്കുള്ളിൽ ലോകത്തെ ഇസ്ലാമിക ഭീകരതയുടെ ഈറ്റില്ലമായി സിറിയയെ മാറ്റാൻ ശ്രമിച്ച അസദ് ഭരണകൂടം ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർക്കെല്ലാം തന്നെ ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത് സിറിയയിൽ നിന്നാണ്. അതിൻ്റെ തലച്ചോറ് ഇറാനായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ള, ഹമാസ്, അതുപോലെ ഹൂതികൾ എന്നിവർക്ക് ആവശ്യമായ ആയുധങ്ങൾ പോലും സിറിയ വഴിയായിരുന്നു ലഭിച്ചിരുന്നത്. ഭീകരന്മാർക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ചു, ആയുധങ്ങൾ സൂക്ഷിച്ചു, ആയുധങ്ങൾ സംരക്ഷിച്ചു. ഭീകരന്മാർക്ക് വേണ്ടി മയക്കുമരുന്നുകൾ നിർമ്മിച്ചു, മയക്കുമരുന്ന് ഗുളികകൾ നിർമ്മിച്ചു. ഇതെല്ലാം വിറ്റ് വലിയ പണം സമ്പാദിച്ചു. ഇതായിരുന്നു ബാഷർ അൽ അസദ് എന്ന ഭരണാധികാരി ചെയ്തത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഒറ്റ ദിവസം രാത്രിയിൽ ബാഷർ അൽ അസദ് ഭരണകൂടത്തിനുള്ള പിന്തുണ ഇറാൻ പിൻവലിക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനിയുടെ നിർദ്ദേശപ്രകാരം ഇറാന്റെ മുഴുവൻ സേനയും സിറിയയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട ഒരു വലിയ സംഘം തന്നെ സിറിയയിലുണ്ടായിരുന്നു. ആ സിറിയയിലുണ്ടായിരുന്ന ഇറാന്റെ സൈനിക സംഘമാണ് ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഹമാസിനും ആവശ്യമുള്ള ആയുധങ്ങൾ എത്തിച്ചിരുന്നതും അതിനെ ഏകോപിപ്പിച്ചിരുന്നതും. ആ സൈന്യം മുഴുവൻ ഒരു ദിവസം രാത്രി കൊണ്ട് സിറിയയിൽ നിന്നും പിൻവാങ്ങുകയും അവർ അതിവേഗം തന്നെ ഇറാനിലേക്ക് തിരികെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പല ഡോക്യുമെന്റുകളും പല രേഖകളും സിറിയൻ ഭരണകൂടത്തിൽ നിന്ന് തിരികെ വാങ്ങാനും അന്ന് ഇറാന്റെ നേതൃത്വം മറന്നില്ല. ബാഷർ അൽ അസദിനെ നിർബന്ധിച്ചുകൊണ്ട് ഇറാനുമായി ഉണ്ടാക്കിയ എല്ലാ കരാറും മരവിപ്പിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ പിന്മാറ്റം. ആ പിന്മാറ്റത്തിന് 2-ാമത്തെ ദിവസം സിറിയയിൽ നിന്ന്
ബാഷർ അൽ അസദിന് റഷ്യയിലേക്ക് ഒളിച്ചു കടക്കേണ്ടി വന്നു. സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം നിലം പതിച്ചു. ഡമാസ്കസിലെ കൊട്ടാരം വിമതന്മാർ പിടിച്ചെടുത്തു. ഇപ്പോൾ അൽ-ഷാരയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അന്ന് ബാഷർ അൽ അസദിനെ ചവിട്ടി പുറത്താക്കി. എന്തുകൊണ്ടാണ് പതിറ്റാണ്ടുകളായി സിറിയയെ പിന്തുണച്ചിരുന്ന ഇറാൻ ഒരു വിരൽ പോലും അനക്കാതെ, ഒരു പ്രതികരണം പോലും നടത്താതെ അവിടെ നിന്ന് പിൻവാങ്ങിയത്? എന്തുകൊണ്ടാണ് സിറിയ എന്ന രാജ്യത്തെ, പതിറ്റാണ്ടുകളായി തങ്ങളുടെ വിശ്വസ്തരായിരുന്ന ഒരു രാജ്യത്തെ ഇറാൻ കൈവിട്ടത് എന്തിനാണ്? ബാഷർ അൽ അസദ് എന്ന ഏറ്റവും പ്രിയപ്പെട്ടവനായ ഭരണാധികാരിയെ ആയത്തുള്ള അലി ഖമേനി എന്തുകൊണ്ടാണ് കൈവിട്ടത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെ ലോകത്തിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇസ്രായേലിനെ ഭയന്നുകൊണ്ട്, ഇസ്രായേലിൻ്റെ ആക്രമണം ഭയന്നുകൊണ്ട് സിറിയയെ കൂടി കൈവിട്ടിരുന്നു അന്ന് ഇറാൻ. സിറിയയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന സ്വാധീനമെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് സിറിയയിൽ നിന്ന് ഇറാൻ സൈന്യം ഓടിപ്പാഞ്ഞു പോവുകയായിരുന്നു. സിറിയയിൽ നിന്ന് ഇറാൻ സൈന്യം രാമാനം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. കാരണം മറ്റൊന്നായിരുന്നില്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കോപം അത് ഇറാനെ തീർക്കുമെന്ന് ഇറാൻ ഭരണകൂടത്തിന് കൃത്യമായി അറിയാമായിരുന്നു. ആ ബാഷർ അൽ അസദ് എന്ന ഭരണാധികാരിയെ പിന്തുണച്ചതിൻ്റെ പേരിൽ സ്വയം നശിക്കാതിരിക്കാനുള്ള അന്നത്തെ വലിയ ഒരു ശ്രമമായിരുന്നു അന്നത്തെ ആയത്തുള്ള അലി ഖമേനിയുടെ രക്ഷപ്പെടൽ. ആയത്തുള്ള അലി ഖമേനിയുടെ ബുദ്ധിപരമായ നീക്കം സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ തുടക്കത്തിൽ കേവലം വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഈ വിമത നീക്കത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളോ കുറച്ച് പിസ്റ്റളുകളോ അല്ലെങ്കിൽ തോക്കുകളോ മാത്രമായിരുന്നു. ഒടുവിൽ ഡമാസ്കസിനടുത്തേക്ക് 15-ാമത്തെയോ 16-ാമത്തെയോ ദിവസം ആ വിമത നീക്കം എത്തിച്ചേരുമ്പോൾ ആയിരക്കണക്കിന് പടയാളികളും ആയിരക്കണക്കിന് തോക്കുകളും ഏറ്റവും ആധുനികമായ യുദ്ധോപകരണങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. ആരാണ് ഇത് അവർക്ക് സപ്ലൈ ചെയ്തത്? ഇന്നും ഒരു ചോദ്യമായി ഇത് അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇത് ഇസ്രായേലിൻ്റെ ബുദ്ധിയായിരുന്നു, മൊസാദിൻ്റെ ബുദ്ധിയായിരുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. ഫ്രാൻസിൽ നിന്നുള്ള ഒരു മാധ്യമമാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നത്. എങ്ങനെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബാഷർ അൽ അസദിനെ കൈവിട്ടത്? ഇറാൻ എങ്ങനെയാണ് സിറിയ എന്ന ഭരണകൂടത്തെ കൈവിട്ടത്? പതിറ്റാണ്ടുകളായി സിറിയയ്ക്കുള്ളിൽ ലോകത്തെ ഇസ്ലാമിക ഭീകരതയുടെ ഈറ്റില്ലമായി സിറിയയെ മാറ്റാൻ ശ്രമിച്ച അസദ് ഭരണകൂടം ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർക്കെല്ലാം തന്നെ ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത് സിറിയയിൽ നിന്നാണ്. അതിൻ്റെ തലച്ചോറ് ഇറാനായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ള, ഹമാസ്, അതുപോലെ ഹൂതികൾ എന്നിവർക്ക് ആവശ്യമായ ആയുധങ്ങൾ പോലും സിറിയ വഴിയായിരുന്നു ലഭിച്ചിരുന്നത്. ഭീകരന്മാർക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിച്ചു, ആയുധങ്ങൾ സൂക്ഷിച്ചു, ആയുധങ്ങൾ സംരക്ഷിച്ചു. ഭീകരന്മാർക്ക് വേണ്ടി മയക്കുമരുന്നുകൾ നിർമ്മിച്ചു, മയക്കുമരുന്ന് ഗുളികകൾ നിർമ്മിച്ചു. ഇതെല്ലാം വിറ്റ് വലിയ പണം സമ്പാദിച്ചു. ഇതായിരുന്നു ബാഷർ അൽ അസദ് എന്ന ഭരണാധികാരി ചെയ്തത് എന്ന് പറയുമെങ്കിൽ പോലും ഇപ്പോൾ ലോകം പറയുന്നത് ആയത്തുള്ള അലി ഖമേനിയും ഇറാനും സിറിയയെ ചതിച്ച കഥയാണ്. സിറിയയെ കഷ്ടകാല സമയത്ത് സിറിയയെ സഹായിക്കാതെ സിറിയയെ പറ്റിച്ച കഥയാണ്. ഇറാന്റെ ഒരു ചതിയുടെ കഥ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു.